ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഡ് നൈറ്റ് ഫോട്ടോ സ്റ്റുഡിയോയുടെ എപ്പിസോഡ് 10 കാണാം. മാനേജർ തൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ലവ് എന്നെഴുതിയത് വെട്ടി അവിടെ ജീവൻ എന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കീജും വരും. നിങ്ങൾക്കും ഇതേപോലെ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിക്കൂടെ? എനിക്കറിയില്ല, നമ്മൾ അത്രയും നന്നായിട്ട് ആഗ്രഹിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയും. ഇത് കേട്ട് കീജുൻ എന്തൊക്കെയോ എഴുതി വെക്കും. എന്താണെന്ന് കാണിക്കില്ല. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നിന്നും പിന്നീട് കാണിക്കും. ഹാനിൻ്റെ ചോദ്യങ്ങൾ കേട്ട് കീജുൻ ഷോക്കായി നിൽക്കും. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്ന് കീജുൻ പറയുമ്പോൾ വേഗം വാതിൽ തുറക്കാനാണ് ഹാൻ പറയുന്നത്. ആ കലണ്ടർ അവൾ കാണും. മരിക്കുമെന്നറിഞ്ഞിട്ട് തന്നെയാണല്ലേ നീ ഇവിടെ താമസമാക്കിയതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ ഞാനെല്ലാം പറയാമെന്ന് കീജുൻ പറയുന്നുണ്ടെങ്കിലും ഇവൾ അതിനെ ചെവി കോർക്കില്ല. മരിക്കാൻ പോകുന്ന ആളാണെന്ന് അറിയാതെയായിരുന്നു ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഫെയ്റ്റിനെ കുറിച്ചെല്ലാം സംസാരിച്ചതും. ഞാൻ ഈസിയാണെന്ന് നീ കരുതിയിട്ടുണ്ടാകുമല്ലേ? നമ്മൾ ഒരുമിച്ചുള്ള ഫ്യൂച്ചർ അറിഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നു. അടുത്ത മാസം എവിടെ ട്രിപ്പ് പോകണം, അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണമെന്നെല്ലാം ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ തുടക്കം മുതലേ അവസാനമാണ് നീ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് ഹാൻ പറയും. ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഈ നശിച്ച ശാപം സ്വീകരിക്കാൻ അത്ര എളുപ്പമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ അങ്കിളിൻ്റെ മിസ്സിങ് അതെന്തുകൊണ്ടെന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത്? ഫോട്ടോഗ്രാഫേഴ്സ് 6 പേർ എല്ലാവരും 35 വയസ്സാകുമ്പോഴേക്കും മരിച്ചു. എൻ്റെ അച്ഛൻ, അങ്കിൾ, ആർക്കും ഈ ശാപം അവോയ്ഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ ഇതുവരയ്ക്കും സമാധാനമായി ഒന്ന് കിടന്നുറങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും ദൈവങ്ങളെയും വിശ്വസിച്ചു. പക്ഷെ എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത് ഒരു മിറാക്കിൾ പോലെയാണ് നീ വന്നത്. ഞാൻ ആഗ്രഹിച്ചു നമ്മൾ 2 പേരും വയസ്സാകും വരെ ഒരുമിച്ചുണ്ടാകണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ പുറകിലേക്ക് നീങ്ങും. നിനക്കിതെല്ലാം എന്നോട് പറയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് ആ ഫ്യൂണറൽ ഫോട്ടോ എങ്കിലും എന്നെ കൊണ്ട് എടുപ്പിക്കരുതായിരുന്നു എന്ന് വളരെ വിഷമത്തിൽ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും. പാവം കീജുൻ. അവനും ഒരുപാട് സങ്കടമാവും. മാനേജറിൻ്റെ കയ്യിൽ ഹാൻ കൊണ്ടുവന്ന ഈ ഫോട്ടോ ഇവൻ കാണും. അവൾ ഹാങ് ചെയ്യാൻ പോയതാണെന്ന് മാനേജർ പറയുമ്പോൾ അവൾ അങ്ങനെയാണ് ഇതറിഞ്ഞതെന്ന് ഇവന് മനസ്സിലാകും. അവിടേക്ക് വെക്കേഷൻ ഹോം മർഡർ കേസിലെ, അതായത് യൂൻ ചുലിൻ്റെ കേസിൻ്റെ ഫയലായി നാംഗു വരും. നാംഗു ഈ കേസിനെ കുറിച്ച് വിവരിക്കും. ആൻജുൻ എന്ന സ്ഥലത്തെ വെക്കേഷണൽ ഹോമിലാണ് ഈ കൊലപാതകങ്ങൾ നടക്കുന്നത്. ആ പ്രോപ്പർട്ടിയുടെ ഓണർ സിയോങ് സു എന്നയാളാണ്. യൂൻ ചുലിൻ്റെ സെൽമേറ്റ്സ് ആയിരുന്നു മരിച്ച 2 പേർ. ഈ 3 പേരും ഒന്നിച്ചാണ് അവിടെ കയറാൻ പ്ലാൻ ചെയ്തത്. യൂൻ ചുലിൻ്റെ ഫിംഗർ പ്രിൻ്റ് മർഡർ വെപ്പണിലും ക്രൈം സീനിൽ നിന്നും കിട്ടിയിരുന്നു. ആ പ്രോപ്പർട്ടിയിൽ നിന്നും കാണാതെ പോയതെല്ലാം യൂൻചുലിൻ്റെ വണ്ടിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്തതോടെ മറ്റു 2 പേരുടെയും കൊലപാതകത്തിൽ സംശയിച്ച് യൂൻചുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എവിഡൻസ് എല്ലാം ക്ലിയർ ആയിരുന്നുവെങ്കിൽ പോലും പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഓഫീസ് 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവനാണെന്ന് വിധി എഴുതിയതിൽ അത്ഭുതമായി തോന്നിയെന്ന് നാംഗു പറയും. യൂൻചുൽ അവൻ്റെ കില്ലറിനെ ആയിരുന്നില്ല കുറച്ചു മുന്നേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിറ്റർമിനേഷൻ സെൻറ്ററിൽ വെച്ച് അവൻ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് കീജുൻ ചോദിക്കുമ്പോൾ അവിടെ വെച്ചല്ല, അവൻ്റെ താമസ സ്ഥലത്ത്, അതും അവൻ പുറത്ത് വന്ന ആ ദിവസം തന്നെയെന്ന് നാംഗു പറയുമ്പോൾ എന്ത്, എവിഡൻസ് എല്ലാം ക്ലിയർ ആയിരുന്നെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവൻ എങ്ങനെയാണ് ജാമ്യം കിട്ടിയതെന്ന് കീജും സർപ്രൈസ്ഡ് ആയിട്ട് ചോദിക്കും. പ്രോസിക്യൂട്ടറിൻ്റെ ഓഫീസ് ബോർഡിൽ ഒരു കംപ്ലൈൻറ്റ് പോസ്റ്റ് ചെയ്തിരുന്നു. യൂൻചുൽ ഇന്നസെൻ്റ് ആണെന്നും മേലധികാരികളുടെ പ്രഷർ കാരണമാണ് ആ കേസ് പെട്ടെന്ന് ക്ലോസ് ചെയ്തതെന്നെല്ലാമായിരുന്നു അതിൽ. ആ പോസ്റ്റ് വൈറലായതോടെ പബ്ലിക്കിൽ നിന്നും പ്രഷറുണ്ടായി. യൂൻചുലിൻ്റെ വക്കീൽ ജാമ്യത്തിന് അപേക്ഷിച്ചു. അങ്ങനെയാണ് അവൻ റിലീസാകുന്നത്. പക്ഷേ അവൻ മരിക്കുകയാണ് ഉണ്ടായത്, അതും ആത്മഹത്യ ചെയ്ത്. മറ്റു തെളിവുകളൊന്നും ലഭിക്കാത്തതിനാൽ കുറ്റബോധം കാരണം ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. ആ പ്രോസിക്യൂട്ടറിന് മറ്റ് കേസുകളൊന്നും ലഭിക്കാത്തതിനാൽ വൊക്കേഷൻ മർഡർ കേസ് അങ്ങനെ ക്ലോസ് ആയി എന്നും നാംഗു പറയും. അവൻ ഗിൽറ്റി കാരണം സൂയിസൈഡ് ചെയ്തതാണോ എന്ന് മാനേജർ ചോദിക്കുമ്പോൾ അതറിയാൻ ഒരു വഴിയുമില്ല എന്ന് നാംഗു പറയും. സൂയിസൈഡ് ലെറ്റർ ഒന്നും തന്നെയില്ല. സ്വയം കൊന്നിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അതും 3 വർഷം കഴിഞ്ഞില്ലേ എന്ന് മാനേജർ പറയുമ്പോൾ സൂയിസൈഡ് ചെയ്ത ആളുകൾ ഇങ്ങോട്ട് വരുന്നത് കുറവാണ്. കാരണം നെതർ വേൾഡിലേക്ക് പോകുവാനേ അവർ ആഗ്രഹിക്കൂ എന്ന് കീജും പറയും. ആരോ അവനെ കൊന്നതാണെന്ന് അവൻ ഉറപ്പിച്ച് പറഞ്ഞിരുന്നുവെന്ന് കീജും പറയുമ്പോൾ നീ അവനെ വിശ്വസിക്കുന്നുണ്ടോ? മാത്രമല്ല ഹാനെ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് മാനേജർ ചോദിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കംപ്ലൈൻറ്റ് പോസ്റ്റ് ചെയ്ത വക്കീല് മറ്റാരുമല്ല, അത് ഹാനായിരുന്നു. അവളായിരുന്നു ആ ടൈമിൽ ആ കേസിൻ്റെ പ്രോസിക്യൂട്ടർ എന്ന് നാംഗു പറയും. അതുകൊണ്ടാണ് അവൻ അവളെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് നാംഗു ചോദിക്കും. അവനൊരു കൊലയാളിയല്ലേ, അവനെ യൂനെ പോലെ നശിപ്പിച്ചില്ലാതാക്കാമെന്ന് മാനേജർ പറയും. ആദ്യം യൂൻചുലിനെ കണ്ടുപിടിക്കണം, അതിനുശേഷം അവൻ ശരിക്കുള്ള കൊലയാളി ആണോ അല്ലയോ എന്ന് കണ്ടെത്താം. ഹാനെ അവൻ കണ്ടെത്തുന്നതിന് മുന്നേ നമുക്ക് കണ്ടെത്തണം. അവൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ആദ്യം നോക്കാം. അവൻ എന്തായാലും അവരെ വിസിറ്റ് ചെയ്യാതിരിക്കില്ല. മാനേജറിനോട് ഹാനെ വാച്ച് ചെയ്യണം, അവളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നും കീജും പറയും. നിങ്ങൾ സൂക്ഷിക്കണം, അവൻ 3 വർഷത്തിന് ശേഷമാണ് വിസിറ്ററായി വന്നിരിക്കുന്നത്. അവൻ്റെ മരണം അവനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് കാരണം ചിലപ്പോൾ അവൻ
അവൻ ഈവിൾ സ്പിരിറ്റ് ആയേക്കാം, മറ്റുള്ളവരെ ഉപദ്രവിച്ചെന്നും വരാം, ചിലപ്പോൾ ഹൂണിനേക്കാളും ഡേഞ്ചറും ആകാൻ ചാൻസ് ഉണ്ടെന്നും കീജുൻ പറയും. ആകെ ഡൗണായി കിടക്കുന്ന ഹാനെ കാണിക്കും. കോളേജ് ചേച്ചി ഇവളുടെ ബോസ് മിനിസ്റ്റർ ആയതിൻ്റെ സങ്കടമാണെന്നൊക്കെ വിചാരിച്ച് അവളെ ആശ്വസിപ്പിക്കും. യോൻചുൽ തൻ്റെ വീട്ടിലുള്ള അമ്മയെ കാണാൻ വരും. എന്നാൽ അവിടെ തൻ്റെ സിസ്റ്ററിനെ കണ്ട് നീ എന്താ ഇവിടെ, നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്നോർക്കും. പിന്നീടുള്ള വയ്യാത്ത അമ്മയും സിസ്റ്ററിൻ്റെയും വർത്തമാനത്തിൽ നിന്നും ബ്രദർ ഒരു കൊലപാതകി ആയതുകൊണ്ട് അവളുടെ വിവാഹം മുടങ്ങിപ്പോയ കാര്യം അവന് മനസ്സിലാകും. അതോർത്ത് അവന് സങ്കടം സഹിക്കാൻ കഴിയാതെ കരഞ്ഞു പോകും. ഈ സമയം കീജുൻ പറഞ്ഞതുപോലെ മാനേജർ ഹാനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇവന് ഭയങ്കര ബുദ്ധിയുള്ളത് കാരണം ഇവൾക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാകും. എന്താ ഇവിടെ, എന്നെ നോക്കാൻ കീജു പറഞ്ഞു വിട്ടതാണല്ലേ, സ്റ്റുഡിയോയിലെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് ഹാൻ പറയുമ്പോൾ യൂൺചുലിൻ്റെ കാര്യമാണ് ഇവൾ അറിഞ്ഞതെന്ന് ഈ പൊട്ടൻ വിചാരിക്കും. ശരിക്കും ആ സ്റ്റുഡിയോയിലെ ശാപത്തിൻ്റെ കാര്യങ്ങളായിരിക്കും ഹാൻ പറഞ്ഞത്. എന്നാൽ ഇവൻ്റെ വായിൽ നിന്ന് തന്നെ യൂൺചുലിൻ്റെ കാര്യങ്ങൾ ഇവൾ അറിയും. എന്ത്, യൂൺചുലോ? ആ വെക്കേഷൻ മർഡർ കേസിലെ യൂൺചുൽ തന്നെയാണോ നീ പറഞ്ഞതെന്ന് ഇവൾ ചോദിക്കുമ്പോൾ നീയല്ലേ നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞതെന്ന് കിളി പോയിക്കൊണ്ട് തന്നെ മാനേജർ ചോദിക്കും. യൂൺചുലിന്റെ സിസ്റ്ററിന്റെ വർക്കിംഗ് പ്ലേസ് കാണിക്കും. ഈ സിസ്റ്റർ കല്യാണം കഴിക്കാനിരുന്ന ആൾ ഇവൾക്ക് അവൻ്റെ കല്യാണ ഇൻവൈറ്റേഷൻ കൊടുക്കും. ചേട്ടൻ്റെ പേരിൽ അവളെ കൂടുതലും തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യും. ഞാൻ വർക്ക് ചെയ്യുന്ന പ്ലേസിൽ തന്നെ നിനക്ക് നിൽക്കാൻ ഇത്രയ്ക്കും ഉളുപ്പില്ലാതെ പോയോ എന്നൊക്കെ ചോദിക്കും. പാവം സിസ്റ്റർ ഈ കുത്തുവാക്കൊക്കെ കേട്ടിട്ടും മറുത്തൊരക്ഷരം മിണ്ടാതെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം ഒതുക്കി കൺഗ്രാജുലേഷൻസ് പറയും. എൻ്റെ ബ്രദർ ആരെയും കൊന്നിട്ടില്ല, അതിന് കഴിയുകയുമില്ല എന്ന് പറയുമ്പോൾ ഒരു കള്ളനെ കൊലയാളിയാകാനായിട്ട് സാധിക്കും. അത് കാരണമല്ലേ അവൻ സൂയിസൈഡ് ചെയ്തതെന്നും ഇയാൾ പറയും. ഈ സമയമെല്ലാം അവിടെയുണ്ടായിരുന്ന യോൺചുവലിൻ്റെ ഗോസ്റ്റ് സൂയിസൈഡോ ഞാനോ എന്ന് സംശയിക്കും. എന്നാൽ കഴിഞ്ഞതൊക്കെ അവന് നല്ലതുപോലെ ഓർമ്മയുണ്ടാകും. ഒരിക്കലും അത് സൂയിസൈഡ് അല്ല എന്നവൻ ചിന്തിക്കും. നീ എന്നെ വിശ്വസിക്കുന്നില്ലേ എന്ന് സിസ്റ്ററിനോടായി ഇവൻ ചോദിക്കും. ഒരുപാട് കുറ്റപ്പെടുത്തലും കളിയാക്കലും കഴിഞ്ഞ് സിസ്റ്ററിൻ്റെ എക്സ് അവിടെ നിന്നും പോകും. എല്ലാം കണ്ട് വളരെ നിസ്സഹായനായി അവിടെ നിൽക്കുകയായിരിക്കും യൂൺചുൽ. ഈ സമയം നാങ്കുവും കീജുനും യൂൺചുവലിൻ്റെ സിസ്റ്ററിനെ അന്വേഷിച്ച് അവിടെ എത്തിയിട്ടുണ്ടാകും. തൻ്റെ സിസ്റ്ററിനോട് മോശമായി പെരുമാറിയത് കാണുമ്പോൾ യൂൺചുവലിന് ഒരുപാട് ദേഷ്യവും സങ്കടവും വരും. ആ ദേഷ്യത്തിൽ അവനറിയാതെ ഒരു ഈവിൾ സ്പിരിറ്റ് എന്ന വണ്ണം മാറിക്കൊണ്ടിരുന്നു. പെട്ടെന്നായിരിക്കും ആ ഒരു പവറിൽ ആ ബിൽഡിംഗ് മൊത്തം കുലുങ്ങാൻ തുടങ്ങുന്നത്. കീജുനും നാംകുനും അവൻ ഇവിടെ തന്നെയുണ്ടെന്ന് മനസ്സിലാകും. എല്ലാവരും പേടിച്ചോടും. അതിനിടയിൽ അവൻ്റെ സിസ്റ്ററും ഉണ്ടാകും. കീജുൻ അവളെ കാണുകയും ചെയ്യും. യൂൺചുൻ അയാളെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ അവിടേക്ക് വന്ന നാംകു അത് തടയും. എന്നെ വിട്, എൻ്റെ സിസ്റ്ററിനെ സന്തോഷത്തോടെ നോക്കിക്കൊള്ളാമെന്ന് എനിക്ക് വാക്ക് തന്നവനാണിവൻ, എന്നിട്ട് അവൻ ഇതെങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് യൂൺചുവൽ പിടിവിടാൻ ശ്രമിച്ചുകൊണ്ട് പറയും. വളരെ പേടിച്ചിരുന്ന അയാളോട് വേഗം ഇവിടെ നിന്നും പോയിക്കൊള്ളാൻ കീജുവും പറയും. അയാൾ ജീവനും കൊണ്ട് ഓടും. നീയല്ലേ ആരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞത്, ഇപ്പോൾ നീ ഇത് ചെയ്താൽ നീ ശരിക്കും കൊലയാളി ആകില്ലേ എന്ന് കീജുൻ ചോദിക്കും. നീ എൻ്റെ ആഗ്രഹം നിറവേറ്റി തരുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എന്നെ കൊന്ന ആ ബാസ്റ്ററിനെ കണ്ടുപിടിച്ചതാ. എന്നെയും എൻ്റെ ഫ്രണ്ട്സിനെയും കൊന്ന അവനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നതാ. എന്നാലേ എനിക്കവനെ കൊല്ലാൻ സാധിക്കൂ. നിങ്ങൾക്കതിന് സാധിക്കുമോ? അതിന് പറ്റിയില്ലെങ്കിൽ മാറി നിൽക്കെന്ന് പറഞ്ഞ് അവരെ തള്ളിയിടും. നാംകുവിന് അവനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. നാംകു താഴെ വീഴുമ്പോൾ കീജുൻ അവനെ പിടിക്കാൻ നോക്കും. എന്നാൽ ഇവന് പിടിച്ചാലുണ്ടോ അവൻ നിൽക്കുന്നു. അവൻ്റെ കയ്യിലുള്ള ആ മരക്കത്തി കൊണ്ട് അവനെ കുത്താൻ ശ്രമിക്കുമ്പോൾ അവിടേക്ക് ഹാൻ വന്ന് ഇവനെ വിളിക്കും. കീജുൻ അവളോട് ഇവിടെ നിന്ന് വേഗം പോകുവാൻ പറയും. എന്നാൽ അവൾ മുന്നോട്ടേക്ക് വന്ന് നീ എനിക്ക് തന്ന പ്രോമിസ് മറന്നോ എന്ന് ചോദിക്കും. പിന്നീട് അവിടെ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. ഹാൻ തൻ്റെ എക്സ് ഹെഡിനോട് കാറിൽ നിന്നും കണ്ടുകിട്ടിയ എവിഡൻസിൽ യൂൺചുവലിൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതവൻ ക്ലീൻ ചെയ്ത് കളഞ്ഞു കാണും. കാരണം ക്ലീനിങ് സെൻറ്ററിലല്ലേ അവൻ വർക്ക് ചെയ്യുന്നതെന്ന് ഹെഡ് പറയും. വിറ്റിങ്സിൻ്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പോലും വന്നിട്ടില്ല. ഇപ്പോൾ അവനെ പ്രോസിക്യൂട്ടിങ് ചെയ്താൽ അത് വളരെ പ്രശ്നമാകുമെന്ന് ഹാൻ പറയും. ആ ക്രൈം സീനിൽ നിന്നും ഒരാൾ മാത്രമേ പുറത്തേക്ക് പോയിട്ടുള്ളൂ, അത് അവനാണ്. CCTV ഫുട്ടേജും അത് തന്നെയാണ് പറയുന്നത്. അവനെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിൽ മറ്റു കാരണങ്ങളൊന്നും വേണ്ട എന്നായിരിക്കും ഇയാൾ പറയുന്നത്. പക്ഷേ സർ, വെറും 5 മിനിറ്റിനുള്ളിൽ 2 പേരെ കൊല്ലുന്നത് ഇമ്പോസിബിളാണ്. അവർക്കും അസോൾട്ട് റെക്കോർഡ്സ് ഉണ്ട്. അവർ സാധാരണ ആൾക്കാരായിരുന്നില്ല. തുടക്കത്തിലെ ഇത് റീഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്ന് ഹാൻ പറയും. പിന്നീടാണ് ഇവൾ ആ കംപ്ലൈൻറ്റ് ലെറ്റർ അയക്കുന്നതും ഇവന് ബെയിൽ ശരിയാകുന്നതും. ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിച്ചത് കൊണ്ടല്ല, പക്ഷേ നീ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. സിസ്റ്ററിൻ്റെ വിവാഹത്തിന് ശേഷം വന്നയുടൻ ഇതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാമെന്നും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നും ഹാൻ പറയുമ്പോൾ ഇവൻ ഒരുപാട് നന്ദി ഹാനോട് പറയും. പിന്നീട് പ്രസൻറ്റ് ഡേ കാണിക്കും. യൂൺചുവൽ ഒന്ന് അടങ്ങും. അവന് പഴയതുപോലെയാകും. കരഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും സൂയിസൈഡ് ചെയ്തിട്ടില്ല,
സത്യമാണ് ഞാൻ പറയുന്നത്, എന്നെ വിശ്വസിക്കൂ എന്നെല്ലാം പറയും. നെക്സ്റ്റ് സീനിൽ ജീവുവിനെ കാണിക്കും. നിന്റെ ഇന്നലത്തെ ഡെലിവറി നന്നായിരുന്നു, അതേപോലെ തന്നെ ഇന്നും വേണമെന്നൊക്കെ കോഫി ഷോപ്പിലെ വർക്കറിനോട് ജീവൻ പറയും. എന്ത്? ഞങ്ങളതിന് ഡെലിവറി ഒന്നും ചെയ്യാറില്ല, വേണമെങ്കിൽ വെയിറ്റ് ചെയ്ത് മേടിച്ചു കൊണ്ട് പോകാൻ പറയും. വളരെ വ്യത്യസ്തമായി ഇങ്ങനെ പെരുമാറുന്നത് കാണുമ്പോൾ ഇവൾക്ക് സംശയമാകും. ഇവൻ്റെ മൂടനുസരിച്ചിട്ടാണോ ഇനി ഡെലിവറിയൊക്കെ ചെയ്യുന്നതെന്ന് ഇവൾ ചിന്തിച്ചിരിക്കുമ്പോൾ അവിടേക്ക് ഇവൾ മുന്നേ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ കോളീഗിനെ കാണും. വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നതിനിടയിൽ ഈ ഡേറ്റിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കും. ഓർമ്മിപ്പിക്കല്ലേ, നീ അന്ന് ഏർപ്പാടാക്കി തന്ന ബ്ലൈൻഡ് ഡേറ്റിൻ്റെ ട്രോമ ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. കാണാൻ വിചാരിച്ചതിൻ്റെ പിറ്റേ ദിവസം മുതൽ കോണ്ടാക്റ്റ് സ്റ്റോപ്പ് ചെയ്തു. എൻ്റെ സൗന്ദര്യമാണോ, എൻ്റെ ഫാമിലി റിച്ച് അല്ലാത്തത് കാരണമാണോ എന്നൊക്കെ ഇവൾ ചോദിക്കും. അവൻ കോണ്ടാക്റ്റ് ചെയ്യാതിരുന്നതല്ല, കഴിയാഞ്ഞിട്ടാണ്. അവൻ അപ്പോഴേക്കും മരിച്ചിരുന്നു. അന്ന് പറയാതിരുന്നത് നിനക്ക് ഷോക്കാകുമെന്ന് കരുതിയിട്ട് ഓവർ വർക്ക് കാരണമാണ് അവൻ മരിച്ചത്. നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അവനും വർക്ക് ചെയ്തതെന്ന് കേൾക്കുമ്പോൾ അന്ന് കൊളീഗിൻ്റെ ദേഹത്ത് കയറി മാനേജർ പറഞ്ഞത് ഇവൾ ഓർക്കും. ഉടനെ തന്നെ ഈ കാര്യം കൊളീഗിനോട് ചോദിക്കുമ്പോൾ ഞാനോ നിന്നെ ഹെൽപ്പ് ചെയ്തെന്നു, എപ്പോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ ആകെ കൺഫ്യൂഷനാകും. ആ മരിച്ച ആളുടെ പേരും കൂടി കേൾക്കുമ്പോൾ ഇവൾ ശരിക്കും ഞെട്ടും. അവൾക്ക് മാനേജർ മുന്നേ കൊടുത്ത നോട്ടിൽ ഹാൻഡ് റൈറ്റിംഗ് ഇപ്പോൾ അവൾക്ക് കൊളീഗ് കൊടുത്ത ഹാൻഡ് റൈറ്റിംഗ് വ്യത്യസ്തമായിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കും. പിന്നീട് സ്റ്റുഡിയോ ആണ് കാണിക്കുന്നത്. യൂച്വൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവരോടായി പറയും. ക്ലീനിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സിസ്റ്റർ വന്ന് കല്യാണത്തിൻ്റെ ലെറ്ററൊക്കെ ഫസ്റ്റായിട്ട് ഇവനായിരിക്കും കൊടുക്കുന്നത്. ചെറുക്കൻ്റെ വീട്ടുകാർ പണം ആവശ്യപ്പെട്ടത് അമ്മ പറയുന്നത് ഇവൻ കേൾക്കും. ഒരു വലിയ തുക തന്നെയായിരുന്നു അത്. ആ സമയത്താണ് ഇങ്ങനെ ഒരു വെക്കേഷൻ ഹോം ഉണ്ടെന്നും അവിടെ കയറാമെന്നും ഫ്രണ്ട്സ് പറയുന്നത്. എന്നാൽ ഞാനില്ല, അതൊന്നും എൻ്റെ സിസ്റ്റർക്ക് ഇഷ്ടമാവില്ലെന്ന് പറഞ്ഞു അവിടെ നിന്നും പോകാൻ പോകുമ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് ഈ രാജ്യത്തേ ഇല്ല. സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ഒരുപാട് പണം നിനക്ക് ആവശ്യമായിട്ട് വരില്ലേ? മാത്രമല്ല നമുക്കെന്തെങ്കിലും പറ്റിയ കാര്യങ്ങളൊക്കെ നോക്കാൻ പുറത്ത് ഒരാളുണ്ടെന്ന് പറയുമ്പോൾ അതാരാണെന്ന് യൂൻചോൾ ചോദിക്കും. അത് ഞങ്ങളുടെ ഇൻഷുറൻസറാണ്, ചെറുതിലെ മുതൽ ഞങ്ങളോട് കടപ്പാടുള്ള ആളാണെന്നും ഇവർ പറയും. അവരുടെ നിർബന്ധത്തിനും പൈസയ്ക്ക് ആവശ്യമുള്ളതിനാലും മനസ്സില്ലാ മനസ്സോടെ ഇവൻ അതിന് സമ്മതിക്കും. എന്നാൽ ആ ദിവസം ഇവൻ അകത്ത് കയറുമ്പോൾ കാണുന്നത് അവർ മരിച്ചു കിടക്കുന്നതാണ്. അവർക്ക് ജീവനുണ്ടോ എന്ന് നോക്കുന്നതിനിടയിലാണ് അവൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് അവിടെ നിന്നും പിന്നീട് കിട്ടുന്നത്. എല്ലാം യൂൻചൂൾ ഇവരോടായി പറഞ്ഞു നിർത്തും. എന്നെ കൊന്നവൻ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നും ഇവൻ പറയും. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ വരാൻ എന്തിന് 3 വർഷം എടുത്തു എന്ന് കീജുൻ ചോദിക്കും. അതെനിക്ക് എങ്ങനെ അറിയാനാണ്? നെതർവേൾഡിലെ വഴികളിലൂടെ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഞാൻ ഒരാളെ കണ്ടിരുന്നു. അദ്ദേഹമാണ് എനിക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നതെന്ന് ഇവൻ പറയും. മരിച്ചവർക്ക് മാത്രമേ നെതർവേൾഡിൽ സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ആരായിരിക്കും നമ്മുടെ സ്റ്റുഡിയോയെക്കുറിച്ച് ഇവനോട് പറഞ്ഞതെന്ന് മാനേജർ ചോദിക്കും. സ്റ്റുഡിയോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവനെന്തോ ഓർമ്മ വരും. എനിക്കൊരു ഫോട്ടോഗ്രാഫറാണ് ഇങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തന്നതെന്ന് ഇവൻ പറയും. ഇത് കേട്ടതും കീജുൻ ഷോക്കാകും. അവൻ മാത്രമല്ല മറ്റെല്ലാവരും. അവിടെയുള്ള എല്ലാ ഫോട്ടോഗ്രാഫറിൻ്റെയും ഫോട്ടോ ഇവന് കാണിച്ചു കൊടുക്കും. അവൻ കീജുൻ്റെ അങ്കിളിൻ്റെ ഫോട്ടോ കാണിച്ച് ഇദ്ദേഹമാണ് എനിക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നതെന്ന് പറയും. വളരെ വിഷമത്തിലും സങ്കടത്തിലും നിൽക്കുന്ന കീജുവിനെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.